പറന്നകുന്ന എൻ്റെ പൊന്നു ശിഹാബ് തങ്ങളുടെ ഓർമ്മക്കായി, അദ്ദേഹത്തിൻ്റെ പരലോക നന്മക്കായി മുസ്ലിം ലീഗ് പാർട്ടി നിർമ്മിച്ചു നൽകുന്ന ബൈത്തുർ റഹ്മ മലപ്പുറം ജില്ലയിൽ ആവിഷ്കരിച്ചതാണെങ്കിൽ അത് ഇന്ന് ജില്ല കടന്ന് സംസ്ഥാനം ഒത്തുക്കും. സംസ്ഥാനം കടന്ന് മുസഫർ നഗറിൽ വരെ ഇന്ന് ഈ കാരുണ്യത്തിൻ്റെ കിടപ്പാടം ഇതിൻ്റെ അർഹർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ്. ഇതൊരു വലിയ കാര്യമായി മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് പറയുമ്പോൾ അതിനെ ചെറുതാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും ചർച്ചകളുമാണ് മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വിശ്വാസപരമായി നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നാം നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്ത് അസൂയാർഹമായ രീതിയിൽ അതോടൊപ്പം തന്നെ അലസതയ്ക്ക് പിടികൊടുക്കാതെ അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റമദാനിലെ പെരുന്നാൾ കിറ്റോ റമദാൻ കിറ്റോ നൽകി ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ മാത്രം ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം അല്ല നമ്മുടേത്. ജീവകാരുണ്യ പ്രവർത്തനം അല്ല നമ്മുടേത്. നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നാം കേരളത്തിൽ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും കേന്ദ്രത്തിൽ മന്ത്രി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്ന പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ചടങ്ങിലെ ഈ പ്രസംഗങ്ങളൊക്കെ നടക്കുന്നതിനപ്പുറമാണ് ബൈത്തുർ റഹ്മയുടെ സമർപ്പണം. ഞങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഓരോ സമ്മേളനങ്ങളിലും ഇതുപോലെ എന്തെങ്കിലും തയ്യൽ മെഷീൻ വിതരണം, അല്ലെങ്കിൽ രോഗികൾക്ക് ആശ്വാസമായി സഹായധനം, അല്ലെങ്കിൽ പുര നിറഞ്ഞു നിൽക്കുന്ന മക്കൾക്ക് മംഗല്യ പൊന്ന് നൽകുന്ന സംഭവങ്ങൾ, അതുപോലെ വിദ്യ കൊണ്ട് സമ്പന്നരും സമ്പത്ത് കൊണ്ട് ദരിദ്രരുമായ പാവപ്പെട്ട നല്ല മിടുക്കരായ മക്കളെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന അവാർഡുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നാം നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ഇതുപോലെയുള്ള സമ്മേളനങ്ങളിൽ വെച്ച് വിതരണം ചെയ്യുകയുമാണ്. അത് ജാതി നോക്കാതെ മതം നോക്കാതെ ആരാണോ മികവുറ്റവർ ആ കുട്ടിയുടെ രാഷ്ട്രീയം നോക്കിയല്ല, ആ കുട്ടിയുടെ പിതാവിൻ്റെ രാഷ്ട്രീയം നോക്കിയല്ല, നമ്മൾ നന്മയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ പടച്ചവന്റെ കാരുണ്യം നമ്മുടെ മേൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുൻ നാസ. ജനങ്ങളോട് കരുണ ചെയ്യാത്തവന് പടച്ച റബ്ബ് കരുണ ചെയ്യില്ല എന്നാണ്. ഒരു മനുഷ്യൻ്റെ ഇബാദത്തുകൾ വരെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ കേവല നിസ്കാരക്കാരും നോമ്പുകാരും മാത്രം ആയാൽ പോരാ. ജീവകാരുണ്യ പ്രവർത്തനം മനുഷ്യനെ പരസ്പരം സഹായിക്കുന്ന രീതിയിലുള്ള ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് എൻ്റെ അഭിപ്രായമല്ല. അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്നു, മാ മിൻ യുനജ്ജിഹി അമലു. സ്വഹാബത്തെ അമല് കൊണ്ട് ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ല കേട്ടോ. ഖാലു, അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വല അന്ത യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങളും അതുപോലെയാണോ? നമസ്കാരം നോക്കുകൊണ്ട് മാത്രം കഴിച്ചിലാകൂല എന്ന് പറഞ്ഞ കൂട്ടത്തിലാണോ? ഖാല വല അന. റസൂൽ പറയാതെ ഞാനും രക്ഷപ്പെട്ടിട്ടില്ല. ഇല്ല അല്ലാഹു ബിറഹ്മതിഹി, പടച്ച റബ്ബ് അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞിട്ടല്ലാതെ. അള്ളാഹിൻ്റെ കാരുണ്യം ഉണ്ടോ, അള്ളാഹിൻ്റെ ദയയും നിസാബും ഉണ്ടോ എങ്കിലേ നമ്മുടെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും അവിടെ വെച്ചോളൂ. അതാണ് ഖുർആനിലെ മറ്റൊരു സൂറത്തിൽ പറയുന്നത്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതത്തെ കളവാക്കുന്നവരെ നീ കണ്ടില്ലയോ? ഫദാലിക അല്ലദീ യദഉൽ യതീം. അവൻ യതീമിനെ ആട്ടി അകറ്റുന്നവനാണ്. നമ്മുടെ കേരളക്കരയിൽ യതീംഖാന തേടി വന്ന മക്കളെ ഒരു ആട്ടിയകറ്റിൽ നടത്തിയ ശേഷം നമ്മുടെ രാജ്യത്തെ നീതിപീഠത്തിൽ നിന്നും അതേപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ നിന്നുമൊക്കെ അവർക്ക് അനുകൂലമായ വിധികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യം എന്നതേറെ പ്രസക്തമാണ്.
യതീമിനെ ആട്ടി അകറ്റുന്നവനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടില്ലയോ? പിന്നെ പറഞ്ഞത് വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, വല്ലാത്തൊരു വാചകമാണ്. പാവപ്പെട്ടവൻ്റെ മിസ്കീൻ്റെ ഭക്ഷണം കൊടുക്കാത്തവൻ എന്നല്ല, വലാ യഹുദ്ദു പ്രേരണ നൽകാത്തവൻ. നല്ല കാര്യമാണ് മക്കളെ, നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാൽ മതി, കൊടുക്കലല്ല, പ്രേരണ നൽകാത്തവൻ. എന്നിട്ട് ഫവൈലുൽ ലിൽ മുസല്ലീൻ, പിന്നെ പറയുന്നു നിസ്കാരക്കാർക്കാണ് നാശം, നിസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞ് പിന്നെ പറയുന്നു അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അശ്രദ്ധവാന്മാരായ നിസ്കാരക്കാരാണ്, തോന്നിയ പോലെ. അല്ലദീന ഹും യുറാഊൻ, അവർ ജനങ്ങൾ കാണാൻ വേണ്ടി. അതെങ്ങനെ കാണാൻ വേണ്ടി? ഒരു പെൺകെട്ട് വരുന്നുണ്ടെന്ന് കേട്ട സ്പെഷ്യൽ ഒന്നും, അല്ലെങ്കിൽ പ്രത്യേകമായി ചെക്കൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ തരക്കടിൻ്റെ 5 വക്തും പള്ളിയിലാണ് എന്ന് പറയണം. ജനങ്ങൾ കാണാൻ വേണ്ടിയും ചെയ്യുന്നവൻ. എന്നിട്ട് പറയുന്നു അവിടെയാണ് വിഷയം. ഈ മതത്തെ കളവാക്കുന്നവരെ നീ കണ്ടില്ലയോ എന്ന് പറഞ്ഞിട്ട് പല കാര്യവും പറഞ്ഞിട്ട് വൈലെന്ന നരകമുള്ളത് അശ്രദ്ധവാന്മാരായ നിസ്കാരക്കാർക്കാണ്, ജനങ്ങൾ കാണാൻ വേണ്ടിയും നിസ്കരിക്കുന്നവർക്കാണ്. പിന്നെ പറയുന്നു ചെറിയ ചെറിയ ഉപകാരം പോലും തടുക്കുന്നവർ, വഴി, വെള്ളം, തീ, ഇതൊക്കെ ഈ ഗണത്തിൽ പെടും. വഴി ഇന്നും ആധാരം വഴിയില്ലെന്ന് പറഞ്ഞ് അയൽവാസിയെ പറമ്പിലൂടെ നടക്കാൻ അനുവദിക്കാത്തവണ്ട്. അങ്ങനെയുള്ള ആചാര്യ, അങ്ങനെയുള്ള മുതലാളി, അങ്ങനെയുള്ള നിസ്കാരക്കാരൻ, അവൻ്റെ നിസ്കാരം പടച്ചറപ്പിൻ്റെ അടുക്കൽ വരവ് വെക്കൂല എന്നാണ്. ഒരാൾ നമ്മുടെ ഭൂമിയിലൂടെ അങ്ങ് സഞ്ചരിക്കാൻ ഒരു വഴി കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു റോഡ് വീതി കൂട്ടാൻ, ഒരു ആംബുലൻസ് ഇട്ട് തിരിക്കാൻ ഒരു സൗകര്യം ചെയ്ത് കൊടുത്താൽ, അതൊക്കെ ഇതിൻ്റെ ഈ ഗണത്തിൽ പെടും, ഈ കൂട്ടത്തിൽ പെടും. അങ്ങനെയുള്ള നിസ്കാരക്കാരനാവണം. വഴി, വെള്ളം കണ്ടില്ലേ നിങ്ങൾ? ഇപ്പോഴും അയൽവാസിക്ക് കിണറ്റിലെ വെള്ളം കൊടുക്കാതെ കെട്ടി സംരക്ഷിക്കുന്നവരുണ്ട്. ഇവർ വലിയ നിസ്കാരക്കാരാവും, തഹജ്ജുദും തറാവീഹും തഹിയ്യത്തും എല്ലാം ഉണ്ടാവും. പക്ഷേ അയൽവാസിക്ക് വെള്ളം കൊടുക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട്, കൊടുക്കാൻ മടി കാണിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള നിസ്കാരക്കാരെ കുറിച്ചാണ് പറയുന്നത്. ആ നിസ്കാരം കൊണ്ട് നാശം. തീ ചെറിയ കാര്യമാണ്. മുമ്പൊക്കെ നമ്മുടെ വല്യമ്മ അയൽവക്കത്തെ വാതിൽ മുട്ടിയിട്ട് തീയുണ്ടോ എന്ന് ചോദിക്കും. ചകിരിപ്പൊളിയിൽ തീക്കണൽ കൊടുത്ത് അത് ഊതിക്കത്തിച്ച് അതിൽ നിന്ന് പുക പൊന്തിയിട്ട് വേണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് പാചകം ചെയ്യാൻ. പിന്നെ അതൊക്കെ പോയി തീപ്പെട്ടിയുണ്ടോ എന്ന് ചോദിച്ച് വരലായി, സിഗരറ്റ് ലാമ്പ് ഉണ്ടോ എന്ന് ചോദിച്ച് വരലായി. ഇന്ന് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയാം, ഇന്ന് അത് കിടക്കുന്നത് നമ്മുടെ അയൽപക്കത്തെ കോളനിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഓല വീട്ടിലേക്ക്, അല്ലെങ്കിൽ തൊട്ട് പിന്നിലെ പിറകിലെ വീട്ടിലേക്ക് ഈ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് ഒരു കൺസെന്റ് ഒപ്പിട്ട് കൊടുക്കാത്ത ആചാര്യം. ഇയാളെ വീട്ടിൽ AC, ഇയാളെ വീട്ടിലെല്ലാം ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും, വാഷിംഗ് മെഷീൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അയൽപക്കത്തിൽ ഇത്തരം കാലഘട്ടത്തിൽ കൊല്ലുന്ന ചൂടിനാൽ മാമരം വേവുന്നു, പുല്ലിൻ്റെ കാര്യം എന്തു ചൊല്ലൂ എന്ന് കവി പറഞ്ഞതുപോലെ കൊടുമ്പിരി കൊണ്ട ചൂട്. ആ ചൂടത്ത് ഒരു കുട്ടി അവിടുന്ന് പടഞ്ഞ് കരയുന്നുണ്ടാവും, പിഞ്ചോമന പൈതൽ. ഫാനില്ലാഞ്ഞിട്ടാണ്, കാറ്റ് കിട്ടാഞ്ഞിട്ടാണ്, ആ വീട്ടിൽ വേണ്ട വിധം വെളിച്ചെല്ലാഞ്ഞിട്ട് പഠിക്കാൻ കഴിയാത്ത കാരണത്താൽ ചിമ്മിണി വിളക്കിൻ്റെ വെട്ടത്ത് പഠിക്കുന്ന മക്കളുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആ വീട്ടുകാരൻ ഇയാളുടെ ഒരു ഒപ്പ് ചാർത്തിയാൽ ഒരു കൺസെന്റ് കിട്ടും. ആ ലൈൻ മീറ്ററൊന്ന് വലിച്ചാൽ അയാൾക്ക് കറണ്ട് കിട്ടും. ഇതിൽ കൂടെ അങ്ങനെ വലിക്കാൻ വകുപ്പില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാ നേരം മുമ്പിൽ ചടഞ്ഞു കൂടിയിരിക്കുന്ന നിസ്കാരക്കാരാ. ആ നിസ്കാരക്കാരനോടാണ് പറയുന്നത്, ഇങ്ങനെയുള്ള നിസ്കാരക്കാരനെ കൊണ്ട് നാശം. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണം. പുഞ്ചിരി പോലും ഒരു സ്വതക്കയാണ് എന്ന അള്ളാന്റെ കൽപ്പന ഇറങ്ങിയപ്പോഴാണ് സ്വഹാബ കിറാം മരുഭൂമി വിട്ട് പട്ടണത്തിലേക്ക് ഓടുന്നത്. മരുഭൂമിയിൽ അങ്ങനെ ചിരിച്ചു കൊടുക്കാൻ ആരുമില്ല. അപ്പം അങ്ങാടിയിൽ പോവുകയാണ്. പുഞ്ചിരിച്ചാൽ അതൊരു നല്ല കാര്യമാണ്. CPM അടുത്ത കാലത്താണ് ചിരിക്കാൻ തീരുമാനിച്ചത്. യോഗം ചേർന്നിട്ട് പറഞ്ഞു, സഖാക്കൾ പഴയ പോലെ ആകരുത്, ചിരിക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പഠിച്ച ഒരു തത്വത്തിൻ്റെ ആ ഭാഗമായി നമ്മൾ പിന്തുടർന്നു പോരുന്നതിൽ പുഞ്ചിരി പോലും ഒരു ധർമ്മമാണ് എന്നാണ് നമ്മൾ
നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ, മിണ്ടാപ്രാണി, ദോഷക്കാരിയായ മോശക്കാരിയായ ഒരു പെണ്ണ്, ദോഷിയായ ഒരു പെണ്ണ് നായക്ക് വെള്ളം കൊടുത്തു എന്ന കാരണത്താൽ സ്വർഗത്തിൽ പോയി എന്ന കഥ വായിച്ചു പോകാനുള്ളതല്ല. നല്ല ആലിമായ ആബിദായ ഒരാൾ പൂച്ചയെ കെട്ടിയിട്ടു എന്ന കാരണത്താൽ നരകത്തിൽ പോയി എന്നതും വായിച്ചു പോകാനുള്ളതല്ല. മിണ്ടാപ്രാണിക്ക് വെള്ളം കൊടുത്തത് കാരണത്താൽ ദോഷിയായ ഒരുത്തി സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞാൽ അത് വായിച്ചു പോകാനുള്ള കഥയല്ല. നമ്മൾ നമ്മുടെ സഹജീവികളെ പോലും സ്നേഹിക്കണം. അതാണ് എൻ്റെ പൊന്നു ശിഹാബ് തങ്ങൾ. വയനാട്ടിലേക്ക് പോകുമ്പോൾ അല്ല പറഞ്ഞോളൂ, കുഴപ്പമില്ല, വാർത്തക്കിടയിൽ ഒരു പരസ്യം കണക്ക് അങ്ങനെ ഈ മഹാസമ്മേളനത്തിന് ആശംസകൾ. അപ്പോൾ ശിഹാബ് തങ്ങൾ വയനാട് ചുരം കയറി പോകുമ്പോൾ അടിവാരത്ത് വാഹനം നിർത്തിയിട്ട് ഡ്രൈവറോട് കടലമിഠായും ബിസ്ക്കറ്റും വാങ്ങാൻ പറയും. ബന്ധുക്കൾ ആരാണ് അവിടെ എന്ന് ഡ്രൈവർ പലപ്പോഴും സംശയിച്ചിട്ടുണ്ടായി. ഓരോ ചുരങ്ങര കയറുമ്പോൾ മിണ്ടാപ്രാണികളായിരിക്കുന്ന കുരങ്ങന്മാർക്ക് ബിസ്ക്കറ്റിൽ നിന്ന് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് എൻ്റെ പൊന്നു തങ്ങൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് ഹൈദരലി തങ്ങളിപ്പോ MSFകാരോട് പറഞ്ഞത്, പറവകൾക്ക് വെള്ളം കൊടുക്കാൻ ഇതുപോലെയുള്ള മരത്തിൻ്റെ കൊമ്പത്ത് ഒരു ചട്ടി കെട്ടിത്തൂക്കി പറവകൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. പന്ന്യരായ ആറ്റപ്പൂ തങ്ങൾ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊരു അപ്പക്കഷ്ണം പുറത്തേക്ക് എറിഞ്ഞാൽ മതി, കാക്കനെ നമ്മൾ മൊബൈലിലൊന്നും വിളിക്കണ്ട, അവിടെ എത്തിക്കോളും സാധിക്കും. എന്താ കാരണം? അന്നത്തിന് വേണ്ടി കേടുന്നവരാണ് അവർ. കല്യാണത്തിന് വരുന്ന കാക്കകളും നായകളൊന്നും ആരും ക്ഷണക്കത്ത് കൊടുത്ത് വന്നതല്ല. എങ്ങനെയാണ് അവരൊക്കെ വന്നത്? അവരൊക്കെ വിശന്ന് നടക്കുകയാണ്. അള്ളാൻ്റെ ദുന്യാവിൽ നമ്മൾ നേരത്തിന് രാവിലെ ചായ, 10 മണിക്ക് കഞ്ഞി, ഉച്ചക്ക് ചോറ്, വൈകിട്ട് ചായ, രാത്രി ചോറ്, അതിലിടയ്ക്ക് ജ്യൂസോ ഫാസ്റ്റ് ഫുഡോ സവർമ കുബൂസ് എന്തൊക്കെയോ അതൊക്കെ നമ്മൾ കഴിക്കും. നമുക്ക് നേരത്തിന് അതിന് പേരെന്നെ ഉണ്ട്, 10 മണിക്കഞ്ഞി, 1 മണി ചോറ് തന്നെ ഉണ്ട്. മാത്രമല്ല നേരം പോകാൻ തിന്നുന്നുണ്ട്. അതെങ്ങനെ? ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബസ്സിലൊക്കെ കടല വെക്കുന്ന പറയും ടൈം പാസ്, നേരം പോകാൻ തിന്നാൻ. കണ്ടോ, ടൈം പാസ്. എന്നാലോ മറ്റുള്ള ജീവികൾ അങ്ങനെയല്ല. നായക്ക് വയറ് നിറഞ്ഞാൽ പിന്നെ തിന്നൂല. 2 കല്യാണം ഉണ്ടെങ്കിലും നായ പോകില്ല, ഒരു കല്യാണത്തിലെ പങ്കെടുക്കും. കാക്കയും അള്ളാന്റെ ദുന്യാവിലെ ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് വിശക്കാതെ, ഒരൊറ്റ ജീവി മാത്രമാണ് വിശക്കാതെ ഭക്ഷണം കഴിക്കുന്നത് എന്നാണ്. അത് നമ്മൾ മനുഷ്യന്മാർ മാത്രമാണ്. മനുഷ്യന്മാർ ഇവിടെ വെറും ചോറാണെങ്കിൽ അപ്പുറത്ത് കക്സ അതെന്തെങ്കിലും കിട്ടുന്നു അത് നോക്കും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത കല്യാണത്തിന് അവിടെ നിന്ന് എന്തെങ്കിലും നോക്കും. വേണ്ട എന്ന് പറയില്ല. വളരെ കുറച്ച് ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാവാം. വിശന്നില്ലെങ്കിലും വേണ്ടില്ല, പിന്നെയും കഴിക്കുന്ന ഏക ജീവി ദുന്യാവിൽ മനുഷ്യർ മാത്രമാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ പറവകൾക്കും പക്ഷികൾക്കും ആര് കൊടുക്കും? കല്യാണ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ നമ്മൾ ബാക്കി വെക്കുന്ന ഭക്ഷണം ഇന്ന് പാക്കറ്റാക്കി കളയാം. പാക്കറ്റിൽ കെട്ടിയിട്ട് മുമ്പൊക്കെ ഇട്ടെറിഞ്ഞു കൊടുത്ത പൂച്ച തിന്നു. ടേബിളിൻ്റെ അടിയിലേക്ക് നമ്മൾ കഷ്ണിച്ച് ബാക്കിയാക്കി ഒഴിവാക്കിയ ഒരല്പം അങ്ങോട്ട് എറിഞ്ഞു കൊടുത്ത പൂച്ച ബാക്കി കഴിച്ചോളൂ. കാക്ക അത് കൊത്തിക്കൊണ്ടുപോയി, അതിന് ഒരു ദിവസത്തെ റിസ്ക്കാവും. പക്ഷെ ഇന്ന് ആ പേപ്പറിൽ ഒന്നിച്ച് ഇങ്ങോട്ട് പൊതിഞ്ഞിട്ട് അതൊരു കവറിലിട്ട് അഡ്രസ്സും കൂടി എഴുതാതെ പുഴയിൽ കൂടി അങ്ങനെ പോകും. എങ്ങോട്ട് പോയാലും വേണ്ടി. കാക്കകളുടെ പരാതി എന്ന് പറഞ്ഞ ഈ വിനീതൻ ഒരു കവിത എഴുതി. മനുഷ്യ റേഞ്ചില്ല അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ വരി ആദ്യം തന്നെ തുടങ്ങിയത്. കാരണം മനുഷ്യന് എത്ര വിളിച്ചിട്ടും കിട്ടണില്ല, പരിധിക്ക് പുറത്തേക്ക്. കാരണം വിശന്ന് വലഞ്ഞിരിക്കുന്ന കാക്ക എനിക്ക് നിൻ്റെ ബാക്കി തരുമെന്ന് ചോദിക്കുകയാണ്. ഞാൻ എഴുതിയൊരു ചെറിയ കവിതയാണ് പോളിടെക്നിക്കിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിന് വേണ്ടി. നിങ്ങൾ ആലോചിച്ചോ, നമ്മൾ മനുഷ്യർ ദൂർത്ത് അതുപോലെ നമ്മുടെ ഭക്ഷണം കൊണ്ടുള്ള കാട്ടിക്കൂട്ടൽ കാരണം എന്താ ഉണ്ടാവുക എന്നറിയാം. നാളെ ദാരിദ്ര്യം പിടികൂടുക. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്വീൻ. ദുർവ്യയം ചെയ്യുന്നവർ പിശാചിൻ്റെ സഹോദരന്മാരാണ്. മാത്രല്ല വല്ലാതെ പോലെ
കഴിച്ച് വിട്ടവൻ മലൂമൻ മഹ്സൂറ, നാളെ അവൻ നിന്ദ്യനും ദുഃഖിതനുമായി തീരുന്ന. അതെങ്ങനെ? ഇന്ന് നമ്മൾ കല്യാണ വീട്ടിൽ കൊടുന്നു വെക്കുന്ന കുപ്പിവെള്ളം, അത് ബാപ്പാക്കും മക്കൾക്കും മര്യാദക്ക് കുടിക്കാനുണ്ടാവും. എന്നാലും രണ്ട് മക്കളൊപ്പം കല്യാണത്തിന് പോയ വാപ്പാൻ്റെ കുപ്പിയും മക്കളെ കുപ്പിയും പൊട്ടിപ്പോയി. എന്നിട്ടോ 3 ബാക്കി. എന്നിട്ടോ അണ്ണൻ അല്ലെങ്കിൽ വീട്ടിലെ വേസ്റ്റ് എടുക്കുന്ന ആൾ വന്ന് ഇത് കുത്തി നടക്കും. ഒരു കാലത്ത് ലോകത്ത് യുദ്ധം നടക്കുന്നത് ഇനി കുടിവെള്ളത്തിനാണ്, പെട്രോളിനല്ല. കുടിവെള്ളം ഇല്ലാതാകുന്ന ഒരു കാലം വരും. വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അതല്ല, അതിലപ്പുറം ചിന്തിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വുളൂ ചെയ്തതിൻ്റെ ബാക്കി വെള്ളം ഒരിറ്റിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഉറ്റിച്ച് നോക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ചൂട്, കൊല്ലുന്ന ചൂടിനാൽ മാമരം വേവുന്നു, പുല്ലിൻ്റെ കാര്യം എന്ത് ചൊല്ലുമോ, വലിയ വലിയ മരം പോലും കത്ത് കിടത്തില്ല. പുല്ലിൻ്റെ കാര്യം പറയാണ്ടോ? വത്സനും പാലില്ലാതോതുന്നു ധേനുക്കൾ ദുസ്സഹം അമ്പേ എന്നാവലാതി. ആ കവിതയിൽ പറയാണ്, വത്സൻ പശുക്കുട്ടി പാലില്ലാതെ ഓതുകയാണ്, അമ്പേ എന്നാവലാതി. പശുവിനോട് പറയാണ്, എനിക്ക് പാലില്ലല്ലോ. അങ്ങനെ എന്താ പറയുക, മുലപ്പാൽ പോലും വറ്റും, അങ്ങനത്തെ ഒരു വെറുതി വരും. വെള്ളം കണ്ണിൽ നിന്ന് കണ്ണീര് വരെ കരഞ്ഞാൽ വരില്ല. വിശന്നാൽ കണ്ണിന്ന് വിശന്നിട്ട് ഇങ്ങനെ കരയുമ്പോൾ കണ്ണീര് പോലും വറ്റിപ്പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ജലക്ഷാമം വരുന്നൊരു കാലം വരും. അതുപോലെയുള്ള ഒരു കാലത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വുളൂ ചെയ്തതിൻ്റെ ബാക്കി വെള്ളം ഒരു സ്വഹാബി ഒരിറ്റിങ്ങനെ ഇറ്റിച്ചു പുറത്ത് കൂടെ ചൂടൊന്ന് കുളിര് കൊള്ളാൻ വേണ്ടി. അത് കണ്ടപ്പോൾ ആരംഭ റസൂൽ പറഞ്ഞു, ഓ സായ്, നിന്റെ വീടിൻ്റെ സമീപത്തു കൂടെ ഒരു പുഴ നിറഞ്ഞ് ഒഴുകുകയാണെങ്കിലും നീ മേലിൽ ഇപ്പണി ചെയ്യാൻ പാടില്ല. എങ്ങനെ? ഇപ്പം നമ്മൾ പറയുന്നത് എന്താ അറിയാം, വെള്ളമൊക്കെ കുറച്ച് പോയിച്ചിട്ട് എന്താ, മൂത്തമ്മാൻ്റെ പറമ്പിൽ കിണറുണ്ടല്ലോ, മൂത്താപ്പാൻ്റെ അവിടെ കിണറുണ്ടല്ലോ, തറവാട്ടത്തെ കിണറുണ്ടല്ലോ, അവിടെയും പറ്റും. ഇപ്പം നമുക്ക് തോന്നുന്നത് എന്താ, റേഷൻ ഷാപ്പിൽ അരിയുണ്ടല്ലോ, അങ്ങാടിയിൽ അരിയുണ്ടല്ലോ, കൊണ്ടുവരും. FCI ഗോഡൗണിലുണ്ടല്ലോ എന്ന് പുതിയക്കാരനും പറയും, അവിടുത്തതും കഴിയും. എവിടുന്നാണോ അത് കൊണ്ടുവരുന്നത് ആന്ധ്രയിലും ഗുജറാത്തിലൊക്കെ കഴിയും. അങ്ങനെ ലോകത്ത് ഭക്ഷ്യക്ഷാമം നേരിടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ വന്നാൽ ഒരു വറ്റ് നിലത്ത് വീണത് പഴയത് നമ്മൾ ഒഴിവാക്കിയത് ഉണ്ടായിരുന്നെങ്കിൽ, അന്ന് ഞാൻ തൂത്ത ആ തൂക്കുപാത്രത്തിൻ്റെ അടിയിലുള്ള ആ ഒരിറ്റ് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ദുഃഖിതനും നിന്ദ്യനുമായി വളരെ മ്ലേച്ഛനായിരുന്നിട്ട് എടുക്കടാ എനിക്കങ്ങനെ കിട്ടണം, ജന്തേർന്ന് കാട്ടിക്കൂട്ടൽ എന്ന് പറയുന്ന കോലത്തിൽ നമ്മൾ അതപ്പതിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെയൊക്കെ നമ്മൾ മിണ്ടാപ്രാണികളെ സ്നേഹിച്ച് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ അവരുടെയൊക്കെ പ്രാർത്ഥന, അവരൊക്കെ ജീവിച്ചത് കാരണമായി പടച്ച റബ്ബ് നമുക്കും ഇതൊക്കെ തരും. അങ്ങനെ തന്നതുകൊണ്ടാണ് വന്യരായ എൻ്റെ പൊന്നുമുത്തു തങ്ങൾ ഇങ്ങനെ യാത്രക്കിടയിൽ കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ആറ്റപ്പൂ തങ്ങൾ പറവകൾക്ക് വെള്ളം കൊടുക്കാൻ പറഞ്ഞത്. ആ ചട്ടിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ വന്നൊരു പറവ പിടിക്കുകയാണ്. MSF പറയാണ് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എന്നാൽ MSFൻ്റെ തളിപ്പറമ്പ് മണ്ഡലം ഖജാഞ്ചിക്ക് മരിക്കാൻ നേരത്ത് വെള്ളം കിട്ടിയില്ല. അത് ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. അവസാനം കമ്മ്യൂണിസ്റ്റുകാരിങ്ങനെ വളഞ്ഞു വെച്ചിട്ട് നിൽക്കുമ്പോൾ ആ കുട്ടി എനിക്കൊന്ന് ഒന്നും ചെയ്തൊന്ന് നിസ്കരിക്കാൻ 2 റക്അത്ത് ഇനി ഉറപ്പാണ്, മരണം ഉറപ്പാണ്, ഇനി ഇവർ രക്ഷപ്പെടുത്തൂലെന്നായി. ഒരിറ്റ് വെള്ളം കുടിക്കാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ ഞാൻ ഷുക്കൂറിൻ്റെ വീട്ടിൽ പോയിരുന്നു. നിങ്ങൾക്കറിയോ, സഹോദരി പറയാ, ഫാനിലേക്ക് കയ്യിൽ കൊണ്ടുവന്ന വെള്ളം ഈ സഹോദരിയുടെ കയ്യിൽ നിന്ന് തട്ടിയിട്ട് പാത്രം മേൽപോട്ട് ഫാനിൽ തട്ടിയിട്ട് കറങ്ങി ഇങ്ങനെ പോകും. ഒരു പക്ഷേ ഷുക്കൂർ അവസാനത്തെ വെള്ളം അതന്നെയാണ് കരുതി നാക്കൊന്ന് നീട്ടാൻ വരെ ശ്രമിച്ചിട്ടുണ്ടാകാമെന്നാണ്. സമ്മതിച്ചില്ല. ഓ, കണ്ണിൽ ചോരയില്ലാത്ത പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, നിങ്ങൾ ചെയ്ത ആ ഒരൊറ്റ ചെയ്തി കാരണമായി ആ പൊന്നുമോൻ കൽബിൽ തട്ടിയൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തൊട്ടതൊക്കെ പാളിപ്പോവുക. പ്രിയപ്പെട്ട ഷുക്കൂറിൻ്റെ പ്രാർത്ഥന പടച്ചറപ്പ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിണറായിയുടെ പാർട്ടി ഉപ്പുവച്ച കലം പോലെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതാണിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കണം. ഞങ്ങളിവിടെ ബൈത്തുർ റഹ്മാൻ, ഞങ്ങളിവിടെ നല്ല നല്ല കാര്യം ചെയ്യാം. ഞങ്ങൾ ഈ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചാൽ മതി.
ലീഗ് 10 കോടി കെട്ടുമ്പോൾ 20 കോടി കെട്ടുന്നവർ, ലീഗ് 20 ട്യൂബ് ലൈറ്റ് കെട്ടുമ്പോൾ 40 ട്യൂബ് ലൈറ്റ് കെട്ടുന്നവർ, ലീഗ് സമ്മേളനത്തിന് 1000 പടക്കം പൊട്ടിക്കുമ്പോൾ 1,00,000 പടക്കം പൊട്ടിച്ച് പക തീർക്കുന്നവർ. ബൈത്തുർ റഹ്മ ഞങ്ങളൊന്ന് നിർമ്മിക്കുമ്പോൾ 2 നിർമ്മിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ബൈത്തുർ റഹ്മ ഇതിന് പകരം നിർമ്മിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ബൈത്തുർ റഹ്മയുടെ പിന്നിൽ ഒരു കോഴിക്കൂടെങ്കിലും നിർമ്മിച്ച് മാതൃക കാണിച്ചാൽ ഇത് വലിയ കാര്യമായിരിക്കും. ചെയ്യാൻ പ്രയാസം. പലരും നോക്കുന്നുണ്ട്, എത്തുന്നില്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ തീരുമാനിച്ചത്. അവർ തീരുമാനിച്ചു എന്താണ് ലീഗ് ഇങ്ങനെ ആന കുത്തിയാലും കുലുങ്ങാത്ത രൂപത്തിൽ ഇങ്ങനെ വലുതാകാൻ. പാർട്ടി പ്രവർത്തകർ പറഞ്ഞു ലീഗ് വെറുതൊന്നല്ല. ലീഗിൻ്റെ ഓണക്കോടി, ലീഗിൻ്റെ CH സെന്റർ, ലീഗിൻ്റെ ബൈത്തുർ റഹ്മ, ലീഗിൻ്റെ ഡയാലിസ് സെന്റർ, ലീഗിൻ്റെ മംഗല്യമേള, ലീഗ് ചെയ്യുന്ന ഇത്തരം കാര്യം നമ്മളും ചെയ്താൽ അതുപോലെ നമുക്ക് എത്താൻ കഴിയും. കഴിഞ്ഞ കൊല്ലം മഞ്ചേരിയിലെ സമ്മേളനത്തിൽ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഈ കൊല്ലം പൊന്നാനിയുടെ സമ്മേളനത്തിൽ ചർച്ച ചെയ്തതെന്നറിയാം. ബൈത്തുർ റഹ്മയുടെ ഉറവിടം അന്വേഷിക്കണം. നമുക്കൊന്ന് പോകാം, ഞങ്ങളൊക്കെ ഉണ്ട്, നമ്മളൊന്ന് പോവുക. പെരിന്തൽമണ്ണയിലെ സദാനന്ദൻ ഇതുപോലെ ബൈത്തുർ റഹ്മയുടെ താക്കോൽ ഏറ്റുവാങ്ങുമ്പോൾ DYFIയുടെ മെമ്പർഷിപ്പാണ് പോക്കറ്റിൽ. ആ സദാനന്ദനോട് പാർട്ടി വിടാൻ ലീഗ് പറഞ്ഞില്ല. സ്വകാര്യമായിട്ട് കോണി മറക്കണ്ടെന്നും പറഞ്ഞില്ല. നോക്കണം, ഞങ്ങളിതിനെ രാഷ്ട്രീയമായി കാണുന്നില്ല. കിടപ്പാടം ബൈത്തുർ റഹ്മ എൻ്റെ മുത്ത് തങ്ങൾ, എൻ്റെ കരലിൻ്റെ കഷ്ണമായ എൻ്റെ പൊന്നു തങ്ങളുടെ പേരിലുള്ള ഈ വീട് ആർക്കാ കിട്ടേണ്ടതെന്നാണ് ഞങ്ങളുടെ തീരുമാനം എന്നറിയാം. ഒരു നാട്ടിൽ ഈ ബൈത്തുർ റഹ്മയുടെ താക്കോൽ ഏറ്റുവാങ്ങുമ്പോൾ അതിനേക്കാളും താഴ്ന്ന ഒരു പെരക്കാരൻ ഒന്നും പറയാൻ പാടില്ല. ഓ, അയാൾക്കല്ലേ കൊടുത്തത്, അതിൻ്റെ അർഹൻ ഞാനായിരുന്നു എന്ന് പറയാൻ പാടില്ല. അങ്ങനത്തെ ഒരാവണം ഈ താക്കോൽ കൊടുക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ആർക്കൊക്കെ കിട്ടിയെന്നറിയാം. മോങ്ങത്തെ വേലുക്കുട്ടി ആശാരി ചാക്ക് മറച്ച് പെൺമക്കളോടൊപ്പം പീഡികത്തിണ്ണയിൽ കിടന്നുറങ്ങാണ്. ആയിരക്കണക്കിന് വീടുകൾക്ക് കുറ്റിയടിക്കുന്നയാളാണ്, പള്ളികൾക്ക് കുറ്റിയടിച്ചയാളാണ്. പക്ഷേ ആ വേലുക്കുട്ടി ആശാരിയുടെ വീടിന് കുറ്റിയടിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയത് പാണക്കാട്ട് തങ്ങന്മാർക്കായിരുന്നു. നാട്ടുകാരറിയണം. ഞാൻ കഴിഞ്ഞ ദിവസം മോങ്ങത്തെ ഒരു പരിപാടിയിൽ ചെന്നപ്പോൾ ഈ വേലുക്കുട്ടി ആശാരിയെ പറ്റി ചോദിച്ചു. കണ്ടോ, 2 ഭ്രാന്തന്മാരെ പോലെയുള്ള മന്ദബുദ്ധികളായ മക്കൾ. ആ 2 കുട്ടികളോടൊപ്പം പീഡികത്തിണ്ണയിൽ കിടക്കുന്ന വേലുക്കുട്ടി ആശാരി വീടിന് കുറ്റിയടിക്കുന്ന ആളാണ്. പക്ഷെ മൂപ്പർക്കൊരു വീടിന് കുറ്റിയടിക്കാനുള്ള ഭാഗ്യം കിട്ടില്ല. അവനവന് ആ വേലുക്കുട്ടി ആശാരിനെ പീഡികത്തിണ്ണയിൽ പോയി വിളിച്ചുണർത്തിയിട്ട് പറയാം, വേലുക്കുട്ടി ഒരു പെര റെഡിയായിട്ടുണ്ട്, കിടന്നുറങ്ങാൻ റെഡിയാണോ? അതിന് വല്ലാത്ത ചോദ്യമാണ്. അതൊരു കൽബ് തട്ടി ചോദ്യമാണ്. വീടില്ലാത്തവനെ വീടിനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവും, വീടുള്ളവനോട് പറഞ്ഞാൽ തിരിയില്ല. കണ്ടില്ലേ നിങ്ങൾ? വേലുക്കുട്ടി ആശാരിയെ വിളിച്ചുണർത്തിയിട്ട് നമ്മൾ ആ വീട് കൊടുക്കുക. ഒരു ബൈത്തുർ റഹ്മ ചടങ്ങിന് ഞങ്ങളും തങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ആ പെരക്കാരൻ പറഞ്ഞു, ഒരു സെക്കൻഡ് ഞങ്ങളോട് അവിടെ നിൽക്കാൻ. ഞങ്ങൾ വിചാരിച്ചു ഇനി ഇയാൾ ചായയൊക്കെ റെഡിയാക്കാൻ ഓടുകയാണ്. തങ്ങൾ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സ്വാദിക്കടി തങ്ങൾ, ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട, പെട്ടെന്ന് പിരിഞ്ഞു പോകണം, വേറെയും പരിപാടിയുണ്ട്. ഇപ്പോൾ മുനവ്വിർ മോനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിക്ക് പോകുക. അതാ പാണക്കാട്ട തങ്ങന്മാർ. പാതിരാവിൽ നമ്മൾ അവിടെ ചെന്നാൽ കാണൂല. നമ്മൾ വിചാരിക്കും എൻ്റെ നാട്ടിൽ നിന്ന് കുറേ ആളുകൾ ഇതുപോലെ പോയി 2:30 മണിക്ക് ബെല്ലടിച്ചിട്ട് ആ പോയ അധികം ആളുകളും ആ തിണ്ണയിൽ കിടന്നുറങ്ങി, ബെഞ്ചിലൊക്കെ കിടന്നുറങ്ങി. പക്ഷെ അതിൽ ഉണർന്നിരിക്കുന്ന വീടി വലിച്ചിരിക്കുന്ന ഒരു സാധു പറഞ്ഞ്, ഇപ്പോഴൊക്കെ നമ്മൾ നേരത്തെ വന്നിട്ട് ഇവർക്കൊന്നും നീക്കാൻ നേരമില്ലെങ്കിൽ നമ്മളെന്തിനാ നേരത്തെ കണ്ട് വന്നത്? നോക്കണം, 2:30 മണിക്കാത് പറയുന്നത്. പക്ഷെ 2:45 ഒരു കാറ് വന്നു, അത് നിറങ്ങാണ്. ആര്? എൻ്റെ പൊന്നു പാണക്കാട്ടത്തങ്ങൾ. നമ്മളെ കാര്യത്തിന് പാണക്കാട്ട് ചെന്നപ്പോൾ എൻ്റെ പൊന്നു തങ്ങന്മാർ ആരാൻ്റെ കാര്യത്തിന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരിക വീട്ടിലേക്ക്. എന്നിട്ട് ഉറങ്ങാൻ സൗകര്യമുണ്ടോ? നമ്മൾ അവരെ വളർന്നു വെക്കുകയാണ്, അവരോട് പ്രശ്നങ്ങൾ പറയാണ്, ആവലാതി പറയാണ്. അങ്ങനെയുള്ള സമയത്ത് പോലും എൻ്റെ പൊന്നു തങ്ങൾ പരപ്പനങ്ങാടിക്കാരായ സഹോദരന്മാരോട് ചോദിച്ചല്ലോ, എന്താ ഈ അസമയത്ത്? ഒന്നുമല്ല, ഞങ്ങളുടെ നാട്ടിൽ കടുത്ത വരൾച്ചയാണ്, കടുത്ത പ്രതിസന്ധിയാണ്, മീനൊന്നും ലഭിക്കാത്ത കാരണത്താൽ. അതുകൊണ്ട് തങ്ങളുടെ ഒരു ഒഴിവ് നോക്കിയിട്ട് ഞങ്ങൾ തങ്ങളെ ഒന്ന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ഈ സമയത്തോ? അതെ, ഈ സമയത്ത്. ഞങ്ങൾക്ക് ഇപ്പോഴേ സമയം കിട്ടിയോ? വന്നരായ തങ്ങൾ
കടക്കുകയാണ്. അപ്പോൾ ഇവർ കരുതി എന്ത് തങ്ങൾക്ക് ആ പറഞ്ഞത് അത്ര ഇഷ്ടമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വന്ന നേരം അത്ര താല്പര്യമായിട്ടുണ്ടാവില്ല. എൻ്റെ പൊന്നു തങ്ങൾ തലേ ദിവസം ഇട്ട കുപ്പായം അവിടെ അഴിച്ചിട്ടിട്ട് വേറെ പുതിയതൊന്നിടാൻ പോയതായിരുന്നു. അപ്പോൾ പോയി അവരെ കൂടെ തിരിച്ച് പാതിരാവിൽ പരപ്പരങ്ങാടി കടപ്പുറത്തേക്ക് വന്ന കഥ തങ്ങളുടെ വഫാത്തിന് ശേഷം കാണുന്ന ലേഖനത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളാണെങ്കിൽ എന്താ പറയുക, ഞാൻ എത്ര ദിവസമായി പെരേന്ന് പോയിട്ട് മതി, അതുകൊണ്ട് വരാൻ കണ്ടൊരു നേരം, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഇന്ന് എനിക്ക് പറ്റൂല, പിന്നെ വിളിക്കുകയും ഞാൻ പറയും അപ്പം നോക്കാം. അല്ല, ജനങ്ങൾ ആരും ശ്രദ്ധിക്കാത്തവരെ ശ്രദ്ധിക്കുകയും ആർക്കും ഇഷ്ടപ്പെടാത്ത നേരമായാലും അതൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്ന പാണക്കാട്ടത്തനങ്ങന്മാർ, തങ്ങന്മാർ, അവരാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് വീട് എത്രയായി എന്നറിയാം. ഞാൻ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ 791 ബൈത്തുർ റഹ്മാൻ ചടങ്ങിലാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത്. ഇത് 791 ചടങ്ങ്. ഞാൻ അതൊക്കെ ഓരോ ദിവസവും നോട്ട് ചെയ്യാറ്. എൻ്റെ ബാഡ്ജുകളൊക്കെ ഞാൻ സൂക്ഷിക്കാറുണ്ട്. 791 ബൈത്തുർ റഹ്മാൻ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ ആകെ നടന്നു. മലപ്പുറത്ത് 51 വീടാണ് നമ്മൾ പറഞ്ഞത്. അത് എത്ര കവിഞ്ഞു 1000-ലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മറ്റു ജില്ലകൾ പറഞ്ഞിരുന്നില്ല, പക്ഷെ ഇപ്പോൾ മറ്റു ജില്ലയിലുമായി കാസർകോട്ട് ആധാരവും സ്ഥലവും കൂടി, ആധാരവും താക്കോലും ഒന്നിച്ചു കൊടുക്കുന്ന ചടങ്ങാണ്. എത്രയോ ആളുകൾക്ക് വീട് പാസ്സായപ്പോൾ സ്ഥലമില്ല. ഇനി അതാ ശിഹാബ് തങ്ങൾ ഫ്ലാറ്റ് വരാൻ പോവുകയാണ്. ശിഹാബ് തങ്ങളുടെ പേരിൽ 10 വീടും ഒരു പള്ളിയും അതുപോലെ വാച്ച്മാനെയും ഒക്കെ വെക്കുന്ന ശിഹാബ് തങ്ങൾ വില്ലേജ്, ശിഹാബ് തങ്ങൾ ഗ്രാമം, പാർട്ടി ഗ്രാമമല്ല. കത്തിക്ക് കത്തി, ചോരക്ക് ചോര, അടിക്കടി ഇടിക്കടി എന്ന് പറയുന്ന പാർട്ടി ഗ്രാമമല്ല. എൻ്റെ പൊന്നു തങ്ങളുടെ പേരിൽ ജാതിയും മതവും നോക്കാതെ, കണ്ടോ, ജാതിയും മതവും നോക്കാതെ, ഞാൻ പറഞ്ഞല്ലോ, ഹമീദ് മാഷും സ്വാദിക്കലി തങ്ങളി പിടിച്ചു നിർത്തിയിട്ട് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ ബൈത്തുർ റഹ്മാൻ ചടങ്ങിൽ ചായ ഒന്നും വേണ്ട, ഞാൻ അവിടുന്ന് പറഞ്ഞു തിരിഞ്ഞത്. അപ്പോൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ പോകുന്നത്? ഒന്നുമല്ല, ഞാൻ നിങ്ങൾ തന്ന വീടിൻ്റെ ചുമരിൻ്റെ മുകളിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം എഴുതി വെച്ചിട്ടുണ്ട്. തങ്ങൾക്കത് അരോചകമായി തോന്നണ്ട, ഒന്ന് ഇളക്കി മാറ്റാൻ വേണ്ടിയാണ്. എൻ്റെ പൊന്നു തങ്ങൾ കൈപിടിച്ച് പറഞ്ഞത്, ലക്കും ദീനുക്കും വലിയ ദീ, നിങ്ങൾക്ക് നിങ്ങളെ മതം, ഞങ്ങൾക്ക് ഞങ്ങളെ മതം. മറ്റു മതവിശ്വാസിക്ക് അവൻ്റെ ആശയവും ആദർശവും അനുസരിച്ചൊരു വീടുണ്ടാക്കി കൊടുക്കുക. സരോജിനി എന്ന് പറയുന്ന സഹോദരിയാണ് ഈ ഇരിങ്ങാവൂരിൽ നമ്മുടെ ജില്ലാ കലക്ടർ MC മോഹൻദാസിന്റെ കയ്യിൽ നിന്ന് നിറപറയും നിലവിളക്കും കത്തിച്ചു വെച്ച ചടങ്ങിൽ സ്വാദിക്കലി തങ്ങളുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങുന്നത്. ആ ചടങ്ങിലാണ് മലപ്പുറത്തെ കലക്ടർ പറഞ്ഞത്, എൻ്റെ അടുത്തുണ്ട് ഇതേപോലത്തെ ഒരു അപേക്ഷ. ഞാൻ ആ ചിത്രം കണ്ടു. ഈ സദാനന്ദന്റെ വീട്ടിന്റെ ചടങ്ങിന് പോയപ്പോഴാണ്, പെരുന്തൽമണ്ണ. ആ ചിത്രം എങ്ങനെയാണെന്നറിയാം, ഒരു ടാർപ്പായ 4 കയറിൽ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിനടിയിൽ ഇങ്ങനെ ഒരു മാക്സിയുടെ ഒരു ചിത്രം ഇങ്ങനെ കാണാം. ആരാന്നറിയാം? നിലമ്പൂരിലെ സാസ് നഫീസയാണ്, ഇടക്കരക്കാരി. ഉമ്മ മരിച്ച ശേഷം ഇവിടെയാണ് ചുമരില്ലാത്ത വീട്, ജനലില്ലാത്ത വീട്, മേൽക്കൂര ടാർപ്പായ വലിച്ചു കെട്ടി, അതിൻ്റെ അടിയിൽ അടുപ്പത്ത് ഇങ്ങനെ തീ കായുന്ന ഒരു രംഗമാണ്. മലപ്പുറത്തിൻ്റെ ജില്ലാ കലക്ടർ പറഞ്ഞു, ഇവർ BPL അല്ല എന്ന കാരണത്താൽ വീട് കൊടുക്കാൻ എനിക്ക് പ്രയാസമായി. ഞാൻ അവരോട് പറഞ്ഞിരുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു വീടാകും. എനിക്കിപ്പോൾ ഒരു അവസരം വന്നു. അതുകൊണ്ട് എൻ്റെ പൊന്നു പാണക്കാട് തങ്ങൾ നിങ്ങളുടെ ബൈത്തുൽ റഹ്മയിൽ ഉൾപ്പെടുത്തി ആ സഹോദരിക്ക് ഒരു വീട് തന്നാൽ നന്നായിരുന്നു. ആ ചിത്രം ഞാൻ കണ്ടു. എൻ്റെ പൊന്നു സ്വാദിക്കലി തങ്ങൾ മൈക്കിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, നമ്മുടെ ജില്ലാ കലക്ടർ ശ്രീ MC മോഹൻദാസ് നമ്മോട് ചോദിച്ച വീട് നൽകാൻ മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ താക്കോല് ഈ ഡിസംബർ 30 നമ്മൾ കൊടുത്ത് കലക്ടർ മോഹൻദാസ് ചടങ്ങിൽ നോക്കണങ്ങൾ. നാട്ടുകാരൊക്കെ പെരക്ക് അപേക്ഷ കൊടുത്തത് കലക്ടർക്ക്. കലക്ടർ ആ അപേക്ഷയുടെ കെട്ടുമായി പാണക്കാട്ടേക്ക് ഏത് പാർട്ടിക്ക് പറയാൻ സാധിക്കും? ഇങ്ങനെ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല എന്നും പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടി അത് പാട്ടും പാടി നടക്കുന്നു. എന്നാൽ ഞങ്ങൾ മണ്ണിലിടണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു വീട് നിർമ്മിക്കാൻ സാധിക്കുമോ? എത്ര കോടികൾ തുടങ്ങിയാണ് കൈരളി ചാനലും പീപ്പിളും തുടങ്ങിയത്. എത്ര വീടുണ്ടാക്കാം? നിങ്ങളുടെ ആസ്തി
ഇന്നും ഇന്നലെയൊക്കെയായി ടി വിയിൽ പറയുന്നുണ്ട് ഒന്നുണ്ടാക്കാൻ. എന്നിട്ട് ഇപ്പൊ പറയാണ് ബൈത്തുർ റഹ്മയുടെ ഉറവിടം അന്വേഷിക്കണം, ഇതിലെന്തോ കള്ളത്തരണ്ട്. ഓ ഇതിനെന്ത് പേരാണ്? ഈ ബൈത്തുർ റഹ്മയുടെ അടിത്തറ ഒന്ന് പരിശോധിക്കണം. ഞങ്ങളുണ്ട്, നമ്മൾ ഒന്നിച്ച് പോവുക. നിങ്ങളെല്ലാം കയ്യിലെടുക്കുന്നവരാണല്ലോ, ഞങ്ങളൊരു ബൈത്തുർ റഹ്മ നിങ്ങളെ കൈവെള്ളയിൽ വെച്ച് തരാം, നിങ്ങൾ എന്നിട്ടൊന്ന് പിഴിഞ്ഞു നോക്ക്. ഒരു ബൈത്തുർ റഹ്മ അങ്ങനെ കയ്യിലെടുത്ത് പിഴിഞ്ഞു നോക്കിയാൽ KMCC-കാരൻ്റെ ചോരയും നീരും ഇങ്ങനെ ഒന്നിറ്റുന്നത് കാണാം. കണ്ടോ? ഈ KMCC-കാർ അവിടുന്ന് ഇങ്ങനെ കാശ് അയച്ച് തരുമ്പോൾ അയക്കുന്നവന് ഫലമുണ്ടാവില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ കുവൈറ്റ് കമ്മിറ്റിയുടെ റസാഖ് മുന്തിയൂർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്കറിയാം, ഞങ്ങൾ തറക്കല്ലിടാൻ പോയ കാവുംപുറത്ത് ഒരു വീടുണ്ട്, ഈ വളാഞ്ചേരിക്കടുത്ത്. സ്വാദിക്കലി തങ്ങൾ ചോദിച്ചു, ഈ ഹലുവക്ക് കൊടുക്കുന്നതിന് തറക്കല്ലിടാൻ നേരത്തെ കൊടുത്തപ്പോൾ പെരക്കാരൻ അവിടെയാണ്. അപ്പോഴാണ് ആ സഹോദരി പറഞ്ഞത്, മൂപ്പര അവിടെയാണ്. കുവൈത്തിലുള്ള മൂപ്പർക്കാണ് ഇവിടെ തറടുന്നത്. മൂപ്പര വീടിൻ്റെ കോലെന്താ ആലോചിക്കണം. പുരയിൽ നിറഞ്ഞു നിൽക്കുന്ന മക്കളുള്ള അയാൾ ബൈത്തുൽ റഹ്മക്ക് നടന്ന് പിരിക്കണവനാണ്. മൂപ്പർക്കൊരു വീടില്ല. അതാണ് ഒരു KMCC-കാരൻ ആരാൻ്റെ മക്കളെ കല്യാണത്തിന് കാശ് അയച്ചു കൊടുക്കും. സ്വന്തം മോളെ കല്യാണത്തിന് വക്കാലത്താണ് അയച്ചു കൊടുക്കൽ. കാക്കാക്ക് ഒന്നാണ്ട് കെട്ടിച്ചാളെ, ഇത് വരാൻ നേരമില്ല, ഞാൻ വന്നാൽ ടിക്കറ്റ് എടുത്താൽ ഓളെ കാതുക്കുള്ള ആ എമൗണ്ട് കുറയും, ഓളെ ചെയിനിൻ്റെ ലോക്കറ്റ് കുറയും. ആലോചിക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് ചോര നീരായി എൻ്റെ പൊന്നു KMCC-കാർ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഒരു ബൈത്തുർ റഹ്മ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാതെ അതിൻ്റെ പിന്നിലൊരു കോഴിക്കൂട് ഉണ്ടാക്കാൻ നേരമില്ലാത്ത ഈ ശുജായിമാർ പറയാണ്, നീകെ എൻ്റെ ബൈത്തുർ റഹ്മയുടെ ഉറവിടമൊന്ന് അന്വേഷിക്കണം. എൻ്റെ പൊന്നു തങ്ങളെ പേരുള്ള ആ ബൈത്തുർ റഹ്മ ഇന്ന് ലോകത്ത് നിറഞ്ഞ് മുസഫർ നഗറിൽ നമ്മൾ പോയി ഉണ്ടാക്കി കൊടുത്തു. അവിടെ പോയി നമ്മൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, അവിടെ പോയി പള്ളി ഉണ്ടാക്കി കൊടുത്തു. അതിനാണ് പാർട്ടി. വെറുതെ ഇങ്ങനെ ലീഗ് ചെയ്യുന്നത് പോലൊന്നും ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ ബൈത്തുർ റഹ്മയാണ് ലീഗിനെ വിജയിപ്പിക്കുന്നത്. ലീഗുകാർ ഇങ്ങനെ കൊടുക്കുമ്പോൾ സാധുക്കളെ ദ്വാഴയുണ്ട്, നിങ്ങൾ പഠിച്ചോളി. ഇത് വാങ്ങണവൻ്റെ ദ്വാഴയ്ക്ക് വലിയ പുണ്യമുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലിയ കൊടുങ്കാറ്റ്, പ്രളയം, ഭൂമികുലുക്കം ഇതൊക്കെ ഉണ്ടായിട്ട് ഈ നാട് ഒരു അദാബിലേക്ക് വരുമ്പോൾ ഒരു നാടിനെ മാത്രം പഠിച്ചുകൊണ്ട് കാക്കും. പലയിടത്തും ഭൂമികുലുക്കം ഉണ്ടാവും, ചില ഭാഗത്തെ അള്ളാഹ് കാക്കും. അതെങ്ങനെയാണെന്നറിയാം? ഹദീസിൽ പറയുന്നു, ധനാഢ്യൻ്റെ സമ്പത്ത് കൊണ്ടല്ല, മുതലാളിയുടെ പ്രാമാണികത്വം കൊണ്ടല്ല. പ്രമാണിയുടെ പ്രാമാണികത്വം കൊണ്ടോ ധനാഢ്യൻ്റെ സമ്പത്ത് കൊണ്ടോ അല്ല, ബിദ്ഉഅഫാഇഹിം, ആ നാട്ടിലെ ഒരു പാവത്തെ കൊണ്ടാണ്. വബിദ്ഉആഇഹിം, ഓല ദുആ കൊണ്ടുമാണ്. ഒരു പാവം പടച്ചോനെ ഇക്കൊന്ന് മരുന്ന് വാങ്ങിത്തന്ന CH സെൻറ്റർ കോളേജ് ഒരു ആഫത്തിലും പെടുത്തല്ലേ. അതാണ് കാറ് 4 മറിച്ചിലും പറഞ്ഞാലും സദക്ക ചെയ്യുന്നവർക്കൊരു പരിക്കില്ല അതുകൊണ്ട് വരുന്നത്. ആ സ്വതക്കത്ത് റദ്ദുൽ ബലായ, മുസീബത്തിനെ തടുക്കും. പെരയിലൊക്കെ ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിച്ചാൽ ആ ഒരൊറ്റ ധർമ്മം കാരണം പലപ്പോഴും ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാലും അപകടമില്ല, കാറ് മറിഞ്ഞാലും അപകടമില്ല. ആൾക്കാർ പറയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്താ അത്ഭുതം? അവൻ്റെ സ്വതക്കയാണ് അവനെ തടഞ്ഞത്. കണ്ടോ? നമ്മളെ അതുകൊണ്ടാണ് ഏത് അബ്ദുറഹ്മാൻ കോടി ചെലവാക്കിയാലും ET മുഹമ്മദ് ബഷീർ 25,000 ഇങ്ങനെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെപ്പോലെ ഇങ്ങനെ ജയിച്ചിങ്ങനെ വരുന്നത്. ഇതാവാൻ കുറച്ച് പണിയുണ്ട്. ബൈത്തുർ റഹ്മ കൊടുക്കാൻ നേരമില്ല. കാരണം ഇത് ചില്ലറ പണിയൊന്നുമല്ലല്ലോ. വേറെ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഒരു റമദാനിൽ 1 ചാക്ക് അരി വിതരണം ചെയ്തു. 1 ചാക്ക് അരി വിതരണം ചെയ്ത് നാടൻ പോസ്റ്റർ ഒട്ടിച്ചു. 1 ചാക്ക് അരിയാണ് അവർ കൊടുത്തത്. പക്ഷേ നോട്ടീസ് ഒട്ടിച്ച വകയിൽ മാത്രം അവർക്ക് 4 ചാക്ക് മൈദയാണ് ഇത്ര ചിലവായത്. അങ്ങനെ കുറേ ആളുകളുണ്ട്. ഞങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ അതിന് വേറെ കാണും. അത് വലിയ ബടായി പറഞ്ഞ് നടക്കാതെ ഇതുപോലുള്ള സദസ്സിൽ ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആ ബൈത്തുർ റഹ്മാനുള്ളവൻ്റെ ദുആ കിട്ടും. കിടപ്പാടം കിട്ടാത്ത സാധുക്കളെ അവരുടെ ആ സന്തോഷത്തിൻ്റെ പ്രാർത്ഥന അങ്ങനെ കിട്ടുമ്പോൾ ജാതി മതം നോക്കാതെ ആദ്യത്തെ ബൈത്തുർ റഹ്മാനെ കിട്ടുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ശിഹാബ് തങ്ങൾ വഫാത്തായത് എൻ്റെ പൊന്നു തങ്ങൾ, എൻ്റെ കരഹിൻ്റെ ഘട്ടമായ തങ്ങൾ അവസാനം പ്രഖ്യാപിച്ച മാസപ്പിറവി ഏതാണെന്നറിയാം? ഷഅബാനാണ്. പിറ്റത്തെ റമദാനിൻ്റെ തങ്ങൾ ഉണ്ടായില്ല. ആ ഷഅബാനിൽ ആദ്യമായി വീടുണ്ടാക്കി കൊടുത്തത് ആർക്കാന്നറിയാം? ആദ്യത്തെ ബൈത്തുർ റഹ്മയുടെ താക്കോൽ ഏറ്റുവാങ്ങിയ ആളുടെ പേര്
ഒട്ടകപ്പറമ്പിൽ മാധവനാണ്, മാണൂർ സ്വദേശി, എടപ്പാൾ. ജാതിയും മതവും നോക്കാതെ. അപ്പം ഞങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ ആശുപത്രിയുടെ മുന്നിൽ ഒരു CHC സെൻ്റർ തുടങ്ങാൻ നേരമില്ല. എന്നിട്ട് അന്വേഷിക്കാൻ നടക്കാനുള്ള നേരം. ബൈത്തുറഹ്മ എങ്ങനെ ഉണ്ടായി, CHC സെൻ്റർ എങ്ങനെ ഉണ്ടായി, എടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക. അതിന് കുറച്ച് പണിയാണ്, കുറച്ച് പണിയല്ലേ നേരെ ഉണ്ടാക്കൽ. നേരത്തെ തങ്ങളെ വർത്താനം കേട്ടില്ലെങ്കിൽ എൻ്റെ പൊന്നു മുനവ്വർ മോൻ പറഞ്ഞത് എന്താ, എത്ര വീടാ തൂണേരിൽ നാദാപുരത്തും തകർത്തത്. അത് എളുപ്പമാണ്, പൊളിച്ചടിച്ചാൽ എളുപ്പമാണല്ലോ. ഒന്ന് കുലിക്കിയാൽ മതി, എന്നിട്ട് പൊളിഞ്ഞാടും. ബോംബാണ്ട് വെച്ചാൽ മതി, പൊളിഞ്ഞാടും. ഇത് ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ടാണ് ബൈത്തുറഹ്മ ഉണ്ടാക്കാത്തത്. ഇല്ല, പലരും നോക്കുന്നുണ്ട് ലീഗ് ചെയ്യുന്നത് പോലെ ഇതുപോലെ 4 വീടൊക്കെ ഉണ്ടായി കൊടുക്കുക. പക്ഷെ കുതിപ്പിനിടയിൽ കിതപ്പാണ്, എത്തണില്ല. എൻ്റെ നാട്ടിലൊരു ചങ്ങായി എപ്പോഴും ദ്വാരക്കും, റബ്ബേ എന്നെ യൂസുഫലിയാക്കണേ തമ്പുരാനെ. 2 ആഴ്ച യൂസുഫലി ആകുന്നില്ല. 3-ാമത്തെ ആഴ്ച കൊണ്ടുവരുന്നു, റബ്ബേ എന്നെ യൂസുഫലി ആക്കുന്നില്ലെങ്കിൽ യൂസുഫലിനെ എങ്ങനെയെങ്കിലും എൻ്റെ മാതിരി എങ്കിലും ആക്കണേ. ഒരൊറ്റ നിലത്താണ്. ലീഗിനെ പോലെ ആകാൻ കുറച്ച് പണിയുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും അവരെ പോലെ ലീഗിനെ ആക്കണം. അതിനു വേണ്ടി നമ്മൾ കണ്ട എന്തൊക്കെ കൊണ്ട് ഈ മെഡിക്കൽ കോളേജ്, +2, +1 എൻജിനീയറിംഗ് കോളേജ് സ്ഥാപനം, മലപ്പുറം ജില്ല, മലപ്പുറത്തേക്ക് താലൂക്ക്, പുതിയ മുനിസിപ്പാലിറ്റി, റബ്ബേ എന്തൊക്കെ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ കുഞ്ഞാപ്പ വണ്ടിയിൽ ഡ്രൈവറായിട്ട് ഉമ്മൻചാണ്ടിനോട് പണിയൊക്കെ ഇതിലിട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആയിട്ട് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വണ്ടി ബ്ലോക്ക് ഇട്ട് നിൽക്കുകയാണ്. മലപ്പുറത്തേക്ക് കുറച്ച് അധികമാണ് കൊടുക്കുന്നത്, ഗവർണർ ഇടപെടണം തന്നെ പോലെ ബ്ലോക്ക് ഇട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ കൊണ്ടുവരികയാണ്, നമ്മൾ നിറച്ചിങ്ങനെ കൊണ്ടുവരികയാണ്. ഇവിടെ ഒന്നും കിട്ടിയില്ല എന്നുള്ള ആക്ഷേപം ചെലവരിക്കും. അപ്പം നമ്മൾ ഉള്ളിടത്തോളം കൊണ്ടുവരിക, ഈ കൊടുന്നതേറ്റേക്ക് ഇങ്ങനെ മലപ്പുറത്തേക്ക് എത്തുകയാണ്. അപ്പോൾ CPM ഇതാ കൊണ്ടോണേന്ന് പറഞ്ഞിട്ട് വില കിട്ടുന്നത്. SDPI ആണ് അതിൻ്റെ പിന്നിൽ നിന്നിട്ട് മലപ്പുറം എന്ത് നേടി, മലപ്പുറത്തേക്ക് എന്ത് കിട്ടി എന്നാലും പിന്നാലൊരു വണ്ടി. അതുപോലെ പരിപാടി എന്താ, ഒരു പിന്നിൽ നിന്നിട്ട് ഇങ്ങനെ കീച്ചിട്ട് ഓണടിച്ചുകൊണ്ടുള്ള പരിപാടി. അപ്പം എന്താ, ഇതുപോലെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നൊരു വണ്ടി ഇങ്ങനെ പോകുമ്പോൾ വേറൊരു വണ്ടി ഇങ്ങനെ ഗീർ കുടുങ്ങിയിട്ട്, ഈ ഗീർ കുടുങ്ങിയ വണ്ടി കാരണം എനിക്ക് അങ്ങോട്ട് കടക്കാൻ വയ്യ. അപ്പം പിന്നിലെ വണ്ടി ഇങ്ങനെ ഗീന്ന് പറഞ്ഞ് അടിക്കുകയാണ്. ഓൻ്റെ വിചാരം ഓണ് ചൂടായാൽ ആ ബ്ലോക്ക് തീരാന്നാണ്. സാധു അങ്ങനെ കീന്ന് പറഞ്ഞാണ്ട് അടിച്ചു കാണ്ടി. അപ്പം നമ്മളെ വണ്ടിയിലെ ഡ്രൈവർ അറിഞ്ഞാൽ എന്തപ്പം എൻ്റെ അസുഖം. അപ്പോൾ ചൂടായി വന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, എടുക്കടോ വണ്ടി. എങ്ങനെ എടുക്കാനാ, മുന്നിൽ കണ്ടോ അങ്ങനെ ഗീറ് കുടുങ്ങിയൊന്ന് നിൽക്കണം. പിന്നെയോ ആയി കയറിയിട്ട് തന്നെ. അപ്പം എന്ത് ചെയ്യുന്നറിയാമേ, എന്നാ ഈ താക്കോലേറ്റ് എൻ്റെ വണ്ടി ചെന്ന് മുന്നിക്കാക്കുക, എൻ്റെ ഓണ് ഞാൻ അങ്ങനെ അടിച്ചു പിടിച്ചോളാം. എൻ്റെ പണിപ്പോൾ അതല്ലേ, നമ്മളിങ്ങനെ അടിച്ചു പിടിച്ചാൽ ഇന്ന പോലെ പേരെ വിചാരിക്കും ഒച്ചുണ്ടാക്കല വലിയ കാര്യം അല്ല. ഞങ്ങൾ അഹമ്മദ് സാഹിബ് അവിടെ പോവുക, ഐക്യരാഷ്ട്രസഭയിൽ പോവുക, സാർക്ക് ഉച്ചകോടിയിൽ പോവുക, റാബിത്തത്തുൽ ആലമിൽ പോവുകയാണ്, അറഫ മൈതാനിയിൽ പോവുക, പോവുകയാണ്. അവിടെ പോയി ഹജ്ജാജികളുടെ പ്രശ്നം സംസാരിക്കുക. ഹജ്ജിന് പോകുന്ന വല്യമാക്ക് എന്തൊക്കെ തടസ്സങ്ങൾ വരിക, അത് പോയി പഠിക്കുക. കുഞ്ഞാപ്പ ഇവിടുന്ന് പറയാം എന്നതൊക്കെ തടസ്സങ്ങളുണ്ട്, അത് അഹമ്മദ് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ അഹമ്മദിനെ തോൽപ്പിക്കാൻ നോക്കിയില്ലേ കുറേ ആൾക്കാർ. ഞാൻ മലപ്പുറത്ത് നിന്ന് പ്രസംഗിച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഫാസ്റ്റ് ഫുഡ് കടയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വയസ്സമ്മതിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പ്രസംഗമൊക്കെ ടോപ്പായി, പക്ഷെ ഞാൻ അഹമ്മദിന് വോട്ട് ചെയ്യില്ല. എന്തിയ കാര്യം? ഒന്നുമല്ല, ഞാൻ ഹജ്ജിന് പോകാൻ അഹമ്മദിനെ കുറേ വിളിച്ച്, അഹമ്മദ് ഫോൺ എടുത്തില്ല. ഞാൻ പറഞ്ഞു, അഹമ്മദിനെ വിളിച്ചിട്ട് ഹജ്ജിന് എത്തില്ല, ഇബ്രാഹിം നബി നിങ്ങളെ വിളിച്ചണം, എന്നാലേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അള്ളാഹിൽ പോലും വിശ്വാസമില്ലാത്തൊരു കാട്ടുകള്ളൻ ലീഗിനെ എതിർക്കാൻ ഒരു കാരണം കണ്ടെത്തേ. നമ്മളതൊക്കെ ഉണ്ടാക്കിയത്. നമ്മളാ ഇവിടെ +1, നമ്മളാ ഇവിടെ റോഡ് സംവിധാനം കണ്ടോ. ഇപ്പം നമ്മൾ ഈ റോഡൊക്കെ ഇങ്ങനെ നന്നാക്കി ഇത് വരുമ്പോൾ ഇപ്പോഴും പഴയ വാർത്തകൾ ഫേസ്ബുക്കിൽ ചിലവരിട്ടുണ്ട്. പണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, മോനെ മുനീറെ, നിന്റെ മുഖം പോലെ സുന്ദരമാണ് നാഷണൽ ഹൈവേ. ഇപ്പോൾ ഫേസ്ബുക്കിലുള്ളൊരു ചിത്രം,